മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് പിടിച്ചതിൽ വിശദീകരണവുമായി യൂട്യൂബർ ധന്യ. ബിയർ കഴിച്ചാണ് വാഹനം ഓടിച്ചത്. തന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ്. മറ്റുള്ളവർ വീഡിയോ എടുക്കേണ്ട എന്ന് കരുതിയാണ് പോലീസ് കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്താഞ്ഞത് എന്നും ധന്യ പറയുന്നു. അത് ഞാൻ വളരെ വെരി സോറി. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ചേർന്നത്. ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട് യൂട്യൂബർ ആയിട്ടുള്ള ധന്യ. പോലീസ് എടുത്തിട്ടുള്ള നടപടിയും അവർ തന്നെ ആ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ നിലയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ എന്താണോ ശിക്ഷ അത് തന്നെ ആയിരിക്കും ധന്യയ്ക്കും കിട്ടുക. അതിലെന്താണ് കൂടുതൽ വിവരങ്ങൾ ഷഹീദ്? അഭിലാഷേ, കാസർഗോഡ് അണങ്കൂരിൽ ദേശീയപാത 66 ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. അവിടെ റോഡിൽ വാഹനം അങ്ങനെ നിർത്തിയിട്ടത് കണ്ടപ്പോൾ പോലീസ് അവിടെ എത്തി പരിശോധിക്കാൻ എത്തി. അപ്പോഴാണ് നിർത്താതെ പോയത്. പിന്നീട് പോലീസ് ആ വാഹനത്തെ പിന്തുടർന്ന് പോയിട്ടാണ് അത് തടഞ്ഞ് അവരെ ധന്യക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിലാണ് ഇപ്പോൾ വിശദീകരണമായി വന്നത്. ഇന്നലെ വലിയ വിമർശനം ധന്യക്കെതിരെ, ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. യൂട്യൂബറാണ് SR ധന്യ. വലിയ വിമർശനമുണ്ടായി. അങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ചു, നിർത്താതെ പോയി എന്നുള്ള നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ നിയമലംഘനം നടത്തുന്നു ഒരു യൂട്യൂബർ, ഒരു ബ്ലോഗർ, ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ നൽകുന്ന ഒരു ബ്ലോഗർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം വലിയ തോതിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവർക്കെതിരെ ഈ വാഹനത്തിൽ നിന്ന് മയക്കുമരുന്ന് MDMA ഒക്കെ കണ്ടെടുത്തു എന്ന് പറഞ്ഞു ചില വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇവർ വിശദീകരണമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചെയ്ത തെറ്റവർ സമ്മതിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാനങ്ങനെ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ നിയമലംഘനം നടത്തണമോ എന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്നൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. പോലീസ് എത്തുന്നു, പരിശോധിക്കുന്നു. അങ്ങനെ അത് വീഡിയോ ഒക്കെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അത് മോശമാകുമെന്ന് കരുതിയാണ് ഇങ്ങനെ താൻ വാഹനം മുന്നോട്ടെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ നടന്ന നിയമലംഘനമാണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ താൻ ഒരു മയക്കുമരുന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു പരിപാടിക്കിടെ മദ്യപിച്ചിരുന്നു. അപ്പോൾ വാഹനം എടുത്തപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ചെയ്തത് തെറ്റാണ്, അത് ക്ഷമാപണം നടത്തുകയാണ് ചെയ്യുന്നത്. ഏതായാലും പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയാണ്. അവരെ FIR ഇട്ടിട്ടുണ്ട്. വാഹനം 66 ഗതാഗത കുരുക്കോ അല്ലെങ്കിൽ അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം റോഡിന് നടുവിൽ പാർക്ക് ചെയ്തു എന്നുള്ളതാണ്, നിർത്തിയിട്ടു എന്നുള്ളതാണ് FIR പറയുന്നത്. പിന്നെ നിയമലംഘനം, പോലീസിനെ തടസ്സം സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്ന അങ്ങനെ ചില വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട്. പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ അവർ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അഭിലാഷ്.